ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്ട് ആർ ഫ്രീ റാഡിക്കൽസ്? അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നത്? ഫ്രീ റാഡിക്കൽസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോനകത്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. ഫ്രീ റാഡിക്കൽസ് ആൻറ്റി ഓക്സിഡൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ഫ്രീ റാഡിക്കൽസ്? ഫ്രീ റാഡിക്കൽസ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേബിൾ മോളിക്യൂൾസ് വിത്ത് പെയർഡ് ഇലക്ട്രോൺസ്, മോളിക്യൂൾസ് വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ്, ന്യൂട്രൽ അയോൺസ്, അയോണിക് കോമ്പൗണ്ട്സ്. ഫ്രീ റാഡിക്കൽസ് എന്ന് വെച്ചാൽ എന്താണ്? മോളിക്യൂൾസ് വിത്ത് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് അല്ലേ, പെയർഡ് ഇലക്ട്രോൺസ് അല്ല, അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാരാണ് ഫ്രീ റാഡിക്കൽസ് മോളിക്യൂൾസ്. വാട്ട് ഈസ് ദ പ്രൈമറി കോസ് ഓഫ് ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഇൻ ദ ബോഡി? നമ്മുടെ ബോഡിക്കകത്ത് എങ്ങനെയാണ് പ്രൈമറി കോസ് എന്താണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്? ബാലൻസ്ഡ് ഡയറ്റ്, എക്സ്പോഷർ ടു UV റേഡിയേഷൻ, പൊല്യൂഷൻ ഓർ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, പ്രോട്ടീൻ മെറ്റബോളിസം. അപ്പോൾ കറക്റ്റ് എന്താ വരിക? എക്സ്പോഷർ ടു UV റേഡിയേഷനും പൊല്യൂഷനും സ്മോക്കിങ്ങും. അപ്പോൾ UV റേഡിയേഷൻ്റെ എക്സ്പോഷർ മൂലം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാറുണ്ട്. പൊല്യൂഷൻ മൂലം നമ്മളിപ്പോൾ എയർ പൊല്യൂട്ടൻസിനൊക്കെ ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാറുണ്ട്. സ്മോക്കിംഗ് നമ്മൾ എന്താണ്, സ്മോക്കിംഗ് ചെയ്യുന്നതിലൂടെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നുണ്ട്. അതുകൂടാണ്ട് അത് ശ്വസിക്കുന്നതിലൂടെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽ ഈസ് മോസ്റ്റ് കോമൺലി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് മെറ്റബോളിസം? മെറ്റബോളിസത്തിൻ്റെ സമയത്ത് ഏത് ഫ്രീ റാഡിക്കലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ അയോൺ, സൂപ്പർ ഓക്സൈഡ് ആനയോൺ, ഹൈഡ്രോക്സൈഡ് അയോൺ, നൈട്രജൻ അയോൺ. സാധാരണ മെറ്റബോളിസത്തിൻ്റെ സമയത്ത് എന്താണ്? സൂപ്പർ ഓക്സൈഡ് ആനയോൺ ആണ് ഉണ്ടാവുന്നത്, സൂപ്പർ ഓക്സൈഡ്. വാട്ട് ഈസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്? ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സസ് ആൻറ്റി ഓക്സിഡൻസ് ഇൻ ദ ബോഡി, ഇംബാലൻസ് ബിറ്റ്വീൻ ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ്, ഓവർ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്, ലോ എനർജി ലെവൽ. കറക്റ്റ് എന്തായിരുന്നത്? ഫ്രീ റാഡിക്കൽസും ആൻറ്റി ഓക്സിഡൻസും തമ്മിലുള്ള ഇംബാലൻസിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ സ്കാവഞ്ചേഴ്സ് ആണ് ആൻറ്റി ഓക്സിഡൻസ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകുന്നത്. വിച്ച് ഓർഗനൽ ഈസ് ദ മെയിൻ സൈറ്റ് ഓഫ് ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ ഇൻ സെൽസ്? സെൽസിനകത്ത് മെയിനായിട്ട് ഏത് ഓർഗനലാണ് ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്? മെയിനായിട്ട് മൈറ്റോകോൺട്രിയ ആണ് അല്ലേ. നെക്സ്റ്റ്, വിച്ച് ഫ്രീ റാഡിക്കൽ ഈസ് കൺസിഡേർഡ് ഹൈലി റിയാക്റ്റീവ് ആൻഡ് ഡാമേജിങ്? ഏത് ഫ്രീ റാഡിക്കലാണ് ഹൈലി റിയാക്റ്റീവും ഡാമേജിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഏതാണ്? ഹൈഡ്രോക്സിൽ റാഡിക്കലാണ് കേട്ടോ. ഏതാണ്? ഹൈഡ്രോക്സിൽ റാഡിക്കലാണ്. ഫ്രീ റാഡിക്കൽസ് ക്യാൻ ഡാമേജ് വിച്ച് സെല്ലുലാർ കോമ്പോണൻസ്? ഫ്രീ റാഡിക്കൽസിന് ഇന്ന സെല്ലുലാർ കോമ്പോണൻ്റ് ഒന്നുമില്ല അല്ലേ. അതിന് DNA-നെയും ഡാമേജ് ചെയ്യാം, പ്രോട്ടീൻസിനെയും ഡാമേജ് ചെയ്യാം, ലിപ്പിഡ്സിനെയും ഡാമേജ് ചെയ്യാം. സോ ഓൾ ഓഫ് ദി എബവ്. വിച്ച് ഡിസീസ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കോസ്ഡ് ബൈ ഫ്രീ റാഡിക്കൽസ്? ഇതിനകത്ത് ഏതാണ്? അൾഷിമേഴ്സ് ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, കോമൺ കോൾഡ്, സൈനസൈറ്റിസ്. അതിനകത്ത് അൾഷിമേഴ്സ് ഡിസീസാണ് എന്താണ് ക്ലോസ്ലി ലിങ്ക് ചെയ്തിരിക്കുന്നത്. വാട്ട് ഈസ് ലിപ്പിഡ് പെറോക്സിഡേഷൻ? എന്താണ് ലിപ്പിഡ് പെറോക്സിഡേഷൻ? നമ്മൾ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്? ഓക്സിഡേഷൻ ഓഫ് ലിപ്പിഡ്സ് ബൈ ഫ്രീ റാഡിക്കൽസ്, ഫോർമേഷൻ ഓഫ് ലിപ്പിഡ്സ്, ബ്രേക്ക് ഡൗൺ ഓഫ് ലിപ്പിഡ് ബൈ എൻസൈംസ്, സ്റ്റോറേജ് ഓഫ് ലിപ്പിഡ് ഇൻ സെൽസ്. എന്താണ്? ഓക്സിഡേഷൻ ഓഫ് ലിപ്പിഡ്സ് ബൈ ഫ്രീ റാഡിക്കൽസ് ആണ് അല്ലേ. ചെയിൻ റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഹൗ ഡു ഫ്രീ റാഡിക്കൽസ് കോസ് ഏജിങ്? എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഫ്രീ റാഡിക്കൽസ് ഒരുപാട് നമ്മളെ ബോഡിക്കകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഏജിങ് കോസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബൈ ഇൻക്രീസിങ് സെൽ ഡിവിഷൻ, ബൈ ഡാമേജിങ് സെല്ലുലാർ DNA ആൻഡ് പ്രോട്ടീൻസ്, ബൈ ഇംപ്രൂവിങ് മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷൻ, ബൈ ഇൻക്രീസിങ് കൊളാജൻ പ്രൊഡക്ഷൻ അല്ലേ. ഇതിനകത്ത് എന്താണ്? നമ്മുടെ സെല്ലുലാർ DNA-നെയും പ്രോട്ടീൻസിനെയൊക്കെ ഡാമേജ് ചെയ്തിട്ടാണ് ഇത് ഏജിങ് കോസ് ചെയ്യുന്നത്. വാട്ട് ആർ ആൻറ്റി ഓക്സിഡൻസ്? ആൻറ്റി ഓക്സിഡൻസ് എന്ന് വെച്ചാൽ എന്താണ്? മോളിക്യൂൾസ് ദാറ്റ് ജനറേറ്റ് ഫ്രീ റാഡിക്കൽസ്, molecules that neutralize free radicals, proteins that break down DNA, enzymes that oxidize lipids. എന്താണ്? molecules that neutralize free radicals ആണ് കറക്റ്റ് വരിക. which of the following is a natural ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് അല്ലേ. which among the following is a natural ആൻറ്റി ഓക്സിഡൻറ്റ്? നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അസ്കോർബിക് ആസിഡ് അഥവാ വൈറ്റമിൻ C അല്ലേ. നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ C ആണ് ഒരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻറ്റ്. വിച്ച് എൻസൈം ഈസ് ആൻ എൻഡോജിനസ് ആൻറ്റി ഓക്സിഡൻറ്റ്? എന്താണ്? വിച്ച് എൻസൈം ഈസ് ആൻ എൻഡോജിനസ് ആൻറ്റി ഓക്സിഡൻറ്റ്? ഇതിനകത്ത് ഏതാണ് എൻഡോജിനസ് ആയിട്ട് വരുന്നത്? സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ആണ്, SOD നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗ്ലൂട്ടാത്തയോൺ ഇൻ ബോഡി? എന്താണ് ഗ്ലൂട്ടാത്തയോണിൻ്റെ ബോഡി ആയിട്ട് വരുന്നുള്ളത്? ആക്ട് ആസ് എ കോഎൻസൈം, ന്യൂട്രലൈസസ് ഫ്രീ റാഡിക്കൽസ്, പ്രൊമോട്ട്സ് ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ, ഡിക്രീസ് ATP പ്രൊഡക്ഷൻ. ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അവരെന്താ ചെയ്യുക? ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യും അല്ലേ. വിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് ഈസ് ഫാറ്റ് സൊല്യൂബിൾ? നമുക്കറിയാം വിറ്റാമിൻ E ഒരു എന്താണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്.
വിറ്റാമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അല്ലേ. ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ്. വൈറ്റമിൻസ് ഇയും സിയും ഒക്കെ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സി എന്ന് വെച്ചാൽ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ ആണ്. ഇ ആണ് ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഉള്ളത്. ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആയിരിക്കും വരിക. വിറ്റാമിൻ സി ഈസ് ഓൾസോ നോൺ ആസ്, നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ, വൈറ്റമിൻ സി എന്ന് വെച്ചാൽ എന്താണ്, അസ്കോർബിക് ആസിഡ് ആണ്. വിച്ച് മിനറൽ ആക്ട്സ് ആസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ് കോ ഫാക്ടർ, ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് കോ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുള്ളത് ആരാണ് സിങ്ക് ആണോ, കാൽഷ്യം ആണോ, പൊട്ടാഷ്യം ആണോ, സോഡിയം ആണോ? സിങ്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് സെലീനിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മറൈൻ ഫുഡ്സിലൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നുള്ളൊരു ഫാക്ടറാണ്, ഒരു മിനറലാണ്. അതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കേട്ടോ, സെലീനിയം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്ലാൻ ബേസ്ഡ് ആൻറ്റി ഓക്സിഡൻറ്റ്, പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഫ്ലാവനോയിഡ്സ്, ലാക്ടോസ്, ഹീമോഗ്ലോബിൻ, കൊളാജൻ. ഏതാ വരിക? ഫ്ലാവനോയിഡ്സ് ആണ്. ഓക്കെ, ഫ്ലാവനോയിഡ്സ് ആണ് പ്ലാൻ ബേസ്ഡ് ആയിട്ട് വരുന്നത്. ബാക്കി നമുക്കറിയാം ലാക്ടോസ് പ്ലാൻ ബേസ്ഡ് ആവണമെന്നില്ല അല്ലേ. ഹീമോഗ്ലോബിനും പ്ലാൻ ബേസ്ഡ് അല്ല, കൊളാജനും പ്ലാൻ ബേസ്ഡ് അല്ല, ഫ്ലാവനോയിഡ്സ് ആണ്. വിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ പ്രിവെൻറ്റിംഗ് ലിപ്പിഡ് പെറോക്സിഡേഷൻ, ലിപ്പിഡ് പെറോക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഫി വെജിറ്റബിൾസിനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓയിൽ, അതുപോലെ തന്നെ ഓയിൽസ് നിന്നൊക്കെ നമ്മൾ വെജിറ്റബിൾ ഓയിൽസ് അതുപോലുള്ള ഓയിലൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് വൈറ്റമിൻ ഇ. ലിപ്പിഡ് പെറോക്സിഡേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കാറ്റലൈസ്, കാറ്റലൈസ് എൻസൈമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ. കൺവേർട്സ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ, ന്യൂട്രലൈസസ് ലിപ്പിഡ്സ്, ബ്രേക്സ് ഡൗൺ പ്രോട്ടീൻസ്, സിന്തസൈസ് DNA. ഇവിടെ എന്താ അവർ ചെയ്യുന്നുള്ളത്? കൺവേർട്സ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ടു വാട്ടർ ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താണ്, ഫ്രീ റാഡിക്കൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എന്താണ്, റിയാക്റ്റീവ് സ്പീഷീസിനകത്ത് വരും അല്ലേ. അതായത് ഓക്സിജൻ്റെ റിയാക്റ്റീവ് സ്പീഷീസിനകത്ത് വരുന്നുള്ള ഒരാളാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മൾ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ്, ആ ഒരു ഫ്രീ റാഡിക്കൽ എഫക്റ്റ് ഇല്ല, ആ ഒരു റിയാക്ടിവിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ആരാണ്, നമ്മുടെ കാറ്റലൈസ് പോയിട്ട് അതിനെ വാട്ടറും ഓക്സിജനും ആക്കി മാറ്റും. അപ്പോൾ അതെന്താണ്, പിന്നീട് അതൊരു ഫ്രീ റാഡിക്കലായിട്ട് അത് ആക്ട് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ്, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ്. വാട്ട് ഹാപ്പൻസ് വെൻ ആൻറ്റി ഓക്സിഡൻസ് ന്യൂട്രലൈസസ് ഫ്രീ റാഡിക്കൽസ്. ഇവരിങ്ങനെ പോയി നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫ്രീ റാഡിക്കൽസ് ആർ സ്റ്റെബിലൈസ്ഡ്, ഫ്രീ റാഡിക്കൽസ് മൾട്ടിപ്ലൈ, ഫ്രീ റാഡിക്കൽസ് ഡാമേജ് മോർ സെൽസ്, ഫ്രീ റാഡിക്കൽസ് റിലീസ് ഓക്സിജൻ. അവരെന്താ ചെയ്യുന്നത്? ഫ്രീ റാഡിക്കൽസ് സ്റ്റെബിലൈസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. ആൻറ്റി ഓക്സിഡൻസ് പോയിട്ട് ഒരു ഇലക്ട്രോൺ അവർക്ക് കൊടുക്കും. അപ്പോൾ ആ ഇലക്ട്രോണായിട്ട് പെയർ ചെയ്തിട്ട് അവരവിടെ ന്യൂട്രലൈസ് ആവുകയാണ് ചെയ്യുന്നത്, അവരുടെ എഫക്റ്റ് അവിടെ ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ചെയിൻ ബ്രേക്കിംഗ് ആൻറ്റി ഓക്സിഡൻറ്റ്. ചെയിൻ ബ്രേക്കിംഗ് എന്ന് പറയുമ്പോഴും ലിപ്പിഡ് പെറോക്സിഡേഷൻ എന്ന് പറയുമ്പോഴും സെയിം തന്നെയാണ് അതിനകത്ത് വരുന്നത് അല്ലേ. വൈറ്റമിൻ ഇ ആണ്. ഹൗ ഡു ആൻറ്റി ഓക്സിഡൻസ് പ്രിവെൻറ്റ് DNA ഡാമേജ്. ആൻറ്റി ഓക്സിഡൻസ് എങ്ങനെയാണ് DNA ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ബൈ റിപ്പയറിംഗ് DNA ഡയറക്ട്ലി, ബൈ സ്കാവെഞ്ചിങ് ഫ്രീ റാഡിക്കൽസ്, ബൈ റെഡ്യൂസിങ് സെൽ ഡിവിഷൻ, ബൈ ഇൻക്രീസിങ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ ഇവിടെ സ്കാവെഞ്ചിങ് ഫ്രീ റാഡിക്കൽസ് ആണ്. ഈ നമ്മുടെ ആൻറ്റി ഓക്സിഡൻസിനെ അറിയപ്പെടുന്നത് സ്കാവെഞ്ചേഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽസ് എന്നാണ്. വിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ റീജനറേഷൻ ഓഫ് വൈറ്റമിൻ ഇ. അപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അത് ലിപ്പിഡ് പെറോക്സിഡേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ചെയിൻ ബ്രേക്കിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വൈറ്റമിൻ ഇൻ്റെ റീജനറേഷന് മറ്റൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് വൈറ്റമിൻ സി. ഓക്കെ, വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ ഇൻ്റെ റീജനറേഷന് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഇതൊക്കെ നമ്മൾ വീഡിയോനകത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഹൗ ഡസ് സെലീനിയം ആക്ട് ആസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറൈൻ ഓർഗാനിസത്തിൽ നിന്നൊക്കെ, മറൈൻ ഫുഡിൽ നിന്നൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സെലീനിയം എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആസ് എ പാർട്ട് ഓഫ് ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ്, ബൈ ഓക്സിഡൈസിങ് ലിപ്പിഡ്സ്, ബൈ ബ്രേക്കിംഗ് ഡൗൺ DNA, ബൈ ജനറേറ്റിംഗ് ഫ്രീ റാഡിക്കൽസ്. ഇവിടെ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസ് എന്ന് പറഞ്ഞാൽ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസിൻ്റെ ഒരു അതിന് എന്താണ് കോഫാക്ടറായിട്ട് ആവശ്യമായിട്ട് വരുന്നത് സെലീനിയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഓരോ എൻസൈമിനും ഓരോ കോഫാക്ടർ ഉണ്ട്. അതുകൂടി ഒന്ന് ആ വീഡിയോനകത്ത് മറന്നുപോയിട്ടുള്ളവരൊന്ന് നോക്കണേ. ഗ്ലൂട്ടാത്തയോൺ പെറോക്സിഡേസിൻ്റെ കോഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് സെലീനിയമാണ്. നെക്സ്റ്റ്, ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. വിച്ച് ഫുഡ് ഈസ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ്. ബ്ലൂബെറീസ്, ഫ്രൈഡ് ചിക്കൻ, വൈറ്റ് ബ്രെഡ്, സോഡ. ഇതിനകത്ത് ബ്ലൂബെറീസ് ആണ്, മൾബെറി, ബ്ലൂബെറി അതുപോലുള്ള ബെറീസിലൊക്കെ എന്തുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. ഗ്രീൻ ടീ കണ്ടെയ്ൻസ് വിച്ച് പവർഫുൾ ആൻറ്റി ഓക്സിഡൻറ്റ്. ഗ്രീൻ ടീനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത് ഏത് പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്? കാറ്റക്കിൻസ് അല്ലേ. ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ പറഞ്ഞിരുന്നു, ഗ്രേപ്പിൻ്റെ സീഡിനകത്ത് എന്താണ്,
അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു, ഓരോ ഫുഡിൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ടർമറിക് പൗഡറിനകത്ത് ഏതാണ്, അങ്ങനെ ഓരോന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. വിച്ച് സ്പൈസ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ പറഞ്ഞല്ലോ ടർമറിക്, കുർക്കുമിൻ എന്ന് പറയുന്നുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതിനകത്തുള്ളത് കേട്ടോ. അപ്പോൾ ടർമറിക്കാണ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസിന് അറിയുന്നുള്ളത്. എക്സസീവ് ആൽക്കഹോൾ കൺസംഷൻ ലീഡ്സ് ടു. എക്സസീവായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിലും എന്തുണ്ടാവും, ഈ പറഞ്ഞിരിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ഓപ്ഷൻ എ പറയാം നമുക്ക്. വിച്ച് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് ഹെൽപ്സ് റിഡ്യൂസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. റിഡ്യൂസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. റെഗുലർ എക്സസൈസ്, സ്മോക്കിംഗ്, ഹൈ ഷുഗർ ഡയറ്റ്, എക്സസീവ് സ്ക്രീൻ ടൈം. അപ്പോൾ ഇവിടെ റെഗുലറായിട്ടുള്ള എക്സസൈസാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാൻ സഹായിക്കുന്നുള്ളത്. നെക്സ്റ്റ്, സ്മോക്കിംഗ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ഫ്രീ റാഡിക്കൽസ്. ട്രൂ ഓർ ഫാൾസ്. നമ്മൾ പറഞ്ഞു ഫ്രീ റാഡിക്കൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോക്കിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്മോക്കിംഗ് എന്ന പ്രോസസ്സിലൂടെ ഫ്രീ റാഡിക്കൽസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, അത് ട്രൂ ആണ്. കരോട്ടിനോയിഡ്സ് ആക്ട് ആസ് ആൻ ആൻറ്റി ഓക്സിഡൻസ് ബൈ. കരോട്ടിനോയിഡ്സും നമ്മുടെ വൈറ്റമിൻ എ കരോട്ടിനോയിഡ്, ക്യാരറ്റിനകത്തൊക്കെ കാണുന്നുള്ള ഒരു പിഗ്മെൻ്റ് ആണല്ലേ. ഈ കരോട്ടിനോയിഡും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വെഞ്ചിങ് സിംഗ്ലറ്റ് ഓക്സിജൻ, ഓക്സിഡൈസിങ് ലിപ്പിഡ്സ്, പ്രൊഡ്യൂസിങ് ഫ്രീ റാഡിക്കൽസ്, ബ്രേക്കിംഗ് DNA സ്ട്രാൻഡ്സ്. ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻസ് ഈസ് നോൺ ആസ് ദ ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ. വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ സി ഒക്കെ ആൻറ്റി ഓക്സിഡൻ്റ് ആണെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, വൈറ്റമിൻ ഇ ആണ് മാറിപ്പോയത്. നെക്സ്റ്റ്, പോളിഫിനോൾസ് വിച്ച് ആക്ട് ആസ് ആൻറ്റി ഓക്സിഡൻസ് ആർ കോമൺലി ഫൗണ്ട് ഇൻ. അപ്പോൾ ഈ പോളിഫിനോൾസ് ഒക്കെ എവിടെയാണ് മെയിനായിട്ട് കാണപ്പെടുന്നുള്ളത്? ഫ്രൂട്ട്സിനകത്തും വെജിറ്റബിൾസിനകത്തുമാണ്. അവർ കോമൺ ആയിട്ട് ആൻറ്റി ഓക്സിഡൻറ്റിന് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ നല്ലൊരു സോഴ്സാണ്. നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ പേരക്ക, ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻസിൻ്റെ നല്ലൊരു സോഴ്സാണ്. വിച്ച് ഈസ് നോട്ട് എ പ്രൈമറി സോഴ്സ് ഓഫ് ഫ്രീ റാഡിക്കൽ എക്സ്പോഷർ. എയർ പൊല്യൂഷൻ, സ്മോക്കിംഗ്, ബാലൻസ്ഡ് ന്യൂട്രീഷൻ, UV റേഡിയേഷൻ. ഏതാണ്? ബാലൻസ്ഡ് ന്യൂട്രീഷനാണ്. വിച്ച് ഓഫ് ദീസ് ഫാറ്റി ആസിഡ്സ് ഈസ് മോർ പ്രോൺ ടു ഫ്രീ റാഡിക്കൽ ഡാമേജ്. ഇതിനകത്ത് ഏതാണ് മോർ പ്രോൺ ആയിട്ടുള്ളത്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണോ, ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ആണോ, പോളി അൺസാച്ചുറേറ്റഡ് ആണോ, മോണോ അൺസാച്ചുറേറ്റഡ് ആണോ? ഇവിടെ ഏതാ വരുന്നുള്ളത്? പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ ഒരു ഹൈഡ്രജനുമായിട്ട് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ റാഡിക്കൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ എന്നിട്ടൊരു ഹൈഡ്രോക്സിൽ റാഡിക്കൽ ഉണ്ടാവും. എന്നിട്ട് ആ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിലെ മൊത്തം ഓരോ ഓക്സിജനെയും പോയി അത് റിയാക്ട് ചെയ്യും. അങ്ങനെ ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. വിച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് വർക്ക്സ് സിനർജിസ്റ്റിക്കലി വിത്ത് വൈറ്റമിൻ ഇ ടു കോമ്പാറ്റ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഇവിടെ ഏതാണ് വൈറ്റമിൻ ഇയുമായിട്ട് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ളത്? നമ്മുടെ സെലീനിയം ആണ്. ഓക്കെ, സെലീനിയം ആണ്. പിന്നെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഇൻക്ലൂഡ്സ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഫ്രീ റാഡിക്കൽസും അതുപോലെ തന്നെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസും. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ്. സൂപ്പർ ഓക്സൈഡ് ആനിയോൺ, ഹൈഡ്രോക്സിൽ റാഡിക്കൽ, ഇതൊക്കെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ്. ആരല്ല? ഗ്ലൂക്കോസ് മോളിക്യൂൾ അല്ല. വിച്ച് ബോഡി സിസ്റ്റം ഈസ് മോസ്റ്റ് വൾണറബിൾ ടു ഫ്രീ റാഡിക്കൽ ഡാമേജ്. ഏത് സിസ്റ്റമാണ്? നെർവസ് സിസ്റ്റമാണോ? അതെ, ഓക്കെ, നെർവസ് സിസ്റ്റം തന്നെയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൾഷിമേഴ്സ് ഡിസീസ് പറഞ്ഞില്ലേ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പറയാം നെർവസ് സിസ്റ്റമാണ്. വിച്ച് ഓഫ് ദീസ് കണ്ടീഷൻസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. നമ്മളെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ ഒരു കാരണമാവാം. ഓക്കെ, അത് തന്നെ കാരണമാണെന്ന് പറയുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന ക്യാൻസർ ആയാലും ഡയബറ്റീസ് ആയാലും അതുപോലെ തന്നെ ആർത്രൈറ്റിസ്, നമ്മുടെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇൻഫ്ലമേഷൻ കാരണം കോസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ലീഡ് ചെയ്യുന്നുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ്, ഫ്രീ റാഡിക്കൽസ് ആണ്. കോമൺ കോൾഡിന് അത് വരില്ല അല്ലേ, നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് അൾഷിമേഴ്സിൻ്റെയും. ഓക്കെ, അതൊരു കാരണമാവാം എന്നേ പറയുന്നുള്ളൂ. ബീറ്റാ കരോട്ടിൻ എ പ്രിക്കേഴ്സർ ഓഫ് വൈറ്റമിൻ എ ആക്ട്സ് ആസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ് ബൈ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതെങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ കരോട്ടിൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഏതാണ്? പ്രിവെൻറ്റിങ് ഓക്സിഡേഷൻ ഓഫ് ലിപ്പിഡ്സ് ആണ് കേട്ടോ. പ്രിവെൻറ്റിങ് ഓക്സിഡേഷൻ ഓഫ് ലിപ്പിഡ്സ് ആണ് ഇവിടെ വരിക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ വാട്ടർ സൊല്യൂബിൾ ആൻറ്റി ഓക്സിഡൻറ്റ്. നമ്മൾ ഫാറ്റ് സൊല്യൂബിൾ പഠിച്ചു, അതുപോലെ തന്നെ വാട്ടർ സൊല്യൂബിൾ ഏതാണെന്ന് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? വൈറ്റമിൻ സി ആണ് കേട്ടോ. വൈറ്റമിൻ സി ആണ് വാട്ടർ സൊല്യൂബിൾ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സസ് പ്രൊഡ്യൂസ് ഫ്രീ റാഡിക്കൽസ് ഇൻ ദ ബോഡി. ഇതിനകത്ത് സെല്ലുലാർ റെസ്പിറേഷൻ എന്തുണ്ടാക്കുന്നുണ്ട്? ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സെല്ലുലാർ റെസ്പിറേഷൻ ഒരു എക്സാമ്പിളാണ്.
ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കേഴ്സ് വെൻ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രീ റാഡിക്കൽസ് ഔട്ട് നമ്പർ ആൻറ്റി ഓക്സിഡൻറ്റ്. അവിടെ ഒരു എന്താണ് നമ്മുടെ ഇംബാലൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതിപ്പോൾ ഇംബാലൻസ് എന്ന് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് പറയുന്നത്? ഫ്രീ റാഡിക്കൽസ് ഔട്ട് നമ്പർ ആൻറ്റി ഓക്സിഡൻസ്. ഓക്കെ, അതാണ് കറക്റ്റ് വരിക. നെക്സ്റ്റ്, വിച്ച് എൻസൈം കൺവേർട്സ് സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസ് ഇൻ ടു ഹൈഡ്രജൻ പെറോക്സൈഡ്. നേരത്തെ ഇതിൻ്റെ തിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്താണ് കാറ്റലൈസ് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കാറ്റലൈസ് എന്താ ചെയ്യുന്നുള്ളത്? സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസിനെ നേരത്തെ എന്താ ചോദിച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മൾ വാട്ടറും ഓക്സിജനും ആക്കി മാറ്റുന്നത് കാറ്റലൈസ് ആയിരുന്നു. ഇവിടെ എന്താ ചോദിക്കുന്നത്? സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസിനെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആക്കുന്നത്. അതാരാണ്? സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്. അതിനുശേഷം ആ ഹൈഡ്രജൻ പെറോക്സൈഡിനെ എന്താണ് ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് കാറ്റലൈസ്. ഓക്കെ. വിച്ച് ഡയറ്ററി മിനറൽ എൻഹാൻസസ് ദ ആക്ടിവിറ്റി ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റ് എൻസൈംസ്. ഏത് മിനറലാണ്? സെലീനിയം. ഫ്രീ റാഡിക്കൽസ് ക്യാൻ കോസ് മ്യൂട്ടേഷൻസ് ബൈ. എങ്ങനെയാണ് മ്യൂട്ടേഷൻസ് കോസ് ചെയ്യുക? നമ്മുടെ DNA ഡാമേജ് ചെയ്തിട്ടാണ്. റെസ്വെറാട്രോൾ. ഓക്കെ, ഇത് ഞാൻ കേട്ടിട്ടില്ലാത്തൊരു ടേമാണ്. റെസ്വെറാട്രോൾ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതെവിടെയാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന്? ഏത് റൈസിലാണ്? ഏത് കോമ്പൗണ്ടിലാണ്? റെഡ് വൈന്, വൈറ്റ് റൈസ്, പ്രോസസ്ഡ് മീറ്റ്, ഡയറി പ്രൊഡക്ട്സ്. അപ്പോൾ റെഡ് വൈനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് റെസ്വെറാട്രോൾ. ഓക്കെ, റെസ്വെറാട്രോൾ. ഓക്കെ, ഏതാണ്? റെഡ് വൈനകത്ത് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഹൗ ഡു ഫ്ലാവനോയിഡ്സ് ഫങ്ഷൻ ആസ് ആൻറ്റി ഓക്സിഡൻസ്. നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നുള്ള ഒരു കോമ്പൗണ്ടാണ്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുക? അവർ ഫ്രീ റാഡിക്കൽസിനെ സ്കാവെഞ്ച് ചെയ്തുകൊണ്ടാണ്. ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ആർ ഫോംഡ് പ്രൈമർലി ത്രൂ ദ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് വിത്ത് എന്തുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ഉണ്ടാകുന്നുള്ളത്? അയൺ ഓർ കോപ്പർ അയോൺസ്, സോഡിയം അയോൺസ്, പൊട്ടാഷ്യം അയോൺസ്, കാൽഷ്യം അയോൺസ്. ഇവിടെ അയൺ അല്ലെങ്കിൽ കോപ്പർ അയോൺസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് അവിടെ ഉണ്ടാകുന്നത്. അയൺ ഓർ കോപ്പർ അയോൺസ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രിവെൻറ്റ് സെല്ലുലാർ ഡാമേജ് ബൈ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു? സ്റ്റെബിലൈസിങ് ഫ്രീ റാഡിക്കൽസ്. വിച്ച് ഓഫ് ദീസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ക്യാൻ റിഡ്യൂസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അതൊന്നും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്കോ മറ്റു തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താം കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ പറഞ്ഞില്ലേ GM ഫുഡ്സ് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് USA ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തെറ്റായിരുന്നു കേട്ടോ. ചൈനയാണ് ആദ്യമായിട്ട് GM ഫുഡ്സ് കൊമേഴ്ഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ചൈനയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മൈക്രോബയോളജി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. സോ താങ്ക് യു.